ഒന്നാം ഞായറാഴ്ച. അങ്ങേ ആരാധിപ്പാനും അങ്ങേ മഹത്വപ്പെടുത്തുവാനും വീണ്ടും അങ്ങയുടെ ആലയത്തിലേക്ക് അടികളെ കൂട്ടി വരുന്ന കൃപയ്ക്കായി സ്തോത്രം. മുൻകാലങ്ങളിൽ ഞങ്ങളുടെ പിതാക്കന്മാരുടെ മേൽ ചൊരിഞ്ഞ അങ്ങയുടെ ധാരാളമായ കൃപകൾ ഞങ്ങളുടെ മേലും ഞങ്ങളുടെ തലമുറ മേലും തുടർന്നും അങ്ങ് നൽകണം, ചൊരിയണം. അങ്ങയാൽ അനുഗ്രഹിക്കപ്പെട്ടവരായി ഈ ആലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുന്നവർ, അങ്ങേ ആരാധിക്കുന്നവർ എന്നെന്നും ഇരുപ്പാൻ കൃപ ചെയ്യണം. അങ്ങയുടെ ദിവ്യമായ സാന്നിധ്യത്താൽ ഞങ്ങൾ നിറയ്ക്കണമേ. അങ്ങയുടെ ആലയം വിശുദ്ധമാകുന്നുവല്ലോ, അതുപോലെ വിശുദ്ധിയോടെ അങ്ങയുടെ സന്നിധി വന്ന് അങ്ങേ ആരാധിച്ച് മഹത്വപ്പെടുത്തി അങ്ങയുടെ തിരുവചനത്തിൽ വാഗ്ദത്തം ചെയ്തിരിക്കുന്ന ധാരാളമായ അനുഗ്രഹങ്ങളെ പ്രാപിപ്പാൻ അങ്ങ് ഞങ്ങളെയും പ്രാപ്തരാക്കണം. അല്പസമയം കൊണ്ട് മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാൻ അടികൾ ഒരുങ്ങുന്നു. വചനം പറയുന്ന ബലഹീനനായ അടിയനെയും കേൾക്കുന്ന അവിടുത്തെ മക്കൾ ഒരുപോലെ അവിടുന്ന് അനുഗ്രഹിക്കണമേ. അടിയൻ പറയുന്ന പുറമാൻ്റെ ആഴങ്ങളെ അർത്ഥങ്ങളെ ഉൾക്കൊള്ളുവാൻ അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ അങ്ങ് സഹായിക്കണം. മഹത്വം മാത്രം എടുക്കണമേ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് ദയയോടെ കേൾക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കും. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വളരെ വളരെ സന്തോഷമുണ്ട്. വീണ്ടും നമുക്കൊരുമിച്ച് ദൈവത്തെ ആരാധിക്കുവാൻ തക്കവണ്ണം ഈ ആലയത്തിലേക്ക് എനിക്ക് കടന്നു വരുവാൻ ഇടയായതിൽ ഈ കാര്യങ്ങളെക്കുറിച്ച് നേരത്തെ തീരുമാനിക്കുകയും ക്ഷണിക്കുകയും ചെയ്തതിന് സ്നേഹമുള്ള വികാരിയച്ഛനെയും സഭയുടെ ചുമതലക്കാരായ കൈക്കാരന്മാരെ, കമ്മിറ്റി അംഗങ്ങൾ, കൗൺസിൽ മെമ്പർമാർ, അപ്പിയാരച്ചൻ, സെക്രട്ടറി എല്ലാവരെയും, സഭാമക്കളെ നിങ്ങളെല്ലാവരെയും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുകയും ചെയ്യുന്നു. നിങ്ങളെ കുടുംബമായി ക്ഷണിച്ചതിന് കൃത്യമായി നന്ദി അറിയിക്കുന്നു. വളരെ സന്തോഷമുണ്ട്. രാവിലെ ഇവിടെ നമ്മുടെ സ്കൂളിൽ നിന്ന് ആരാധന കഴിഞ്ഞതിൻ്റെ സാധാരണ ഉപയോഗത്തിനൊക്കെ മാറ്റിയതിന് ശേഷം ഇവിടെ വന്ന് നമ്മൾ ആരാധന തുടങ്ങുമ്പോൾ ആലയത്തിലേക്ക് കയറിയപ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നി. ദിവസത്തിൽ ആലയത്തെക്കുറിച്ച് വളരെ വളരെ പ്രോഗ്രസീവായ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ആലയം ഇല്ലാതെ ഉള്ള ആരാധനയും പിന്നീട് ദൃശ്യമായ ആലയം ഉള്ളതും, ആദ്യം അത് സഞ്ചരിക്കുന്നതായിരുന്നു, പിന്നീട് അത് സ്ഥിരമായി, വീണ്ടും അത് മാറിപ്പോകുന്നതും, വീണ്ടും പുനരുദ്ധരിക്കുന്നതും, വീണ്ടും അത് വരുന്നതും, അവസാനം ആലയം എന്നുള്ള ആ ഒരു ദൃശ്യമായ നമ്മുടെ മനസ്സിലുള്ള ആ സങ്കല്പം മാറി ഇതൊന്നും അല്ലാത്ത ഒരു ആലയത്തെക്കുറിച്ചുള്ള ദർശനം നൽകിക്കൊണ്ട് വിശുദ്ധ വേദപുസ്തകം ആരാധനയെക്കുറിച്ചും ആലയത്തെക്കുറിച്ചും നമ്മെ പഠിപ്പിക്കും. എന്നാൽ നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മുടെ ആരാധനയ്ക്ക് കൂടിവരവിന് ആലയങ്ങൾ ആവശ്യമാണ്. ഒന്നാമത്തെ ദൃശ്യമായ ആലയത്തെക്കുറിച്ച് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരുപക്ഷെ നമ്മൾ പ്രസംഗിച്ചിട്ടുണ്ട്. എല്ലാ പ്രതിഷ്ഠ പെരുന്നാളുകളിലും നമ്മളത് വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നതാണ്. ഇവിടെ രാജാക്കന്മാരുടെ പുസ്തകം തന്നെ നമ്മൾ വായിക്കുമ്പോൾ ഇന്ന് ഒന്നാം പാഠമായിട്ട് നമ്മൾ അതിൽ വായിച്ചിട്ടുണ്ട്. അതുകൂടാതെ അത് തുറന്നുള്ള അധ്യായങ്ങൾ വായിക്കുമ്പോൾ 3-ാം അധ്യായമാവുന്നല്ലോ നമ്മൾ വായിച്ചത്. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ 6-ന്റെ 21 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരമാണ് ആലയത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. സലോമോൻ രാജാവ് ആലയം പണി കഴിപ്പിച്ചു. നമുക്കറിയാമല്ലോ, ദാവീദ് രാജാവിന് വളരെ ആഗ്രഹമുണ്ടായിരുന്നു ആലയം പണിയണമെന്ന്. എന്നാൽ ദാവീദ് രാജാവ് അത് പണിയാൻ പാടില്ല. അതിനുള്ള കാരണങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. അതുകൊണ്ട് നിന്റെ മകൻ സലോമോൻ ആ ആലയം പണിയുമെന്നും അതെങ്ങനെ പണിയണമെന്ന് വളരെ കൃത്യമായിട്ടുള്ള ഒരു മാതൃക സലോമോന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു, ദാവീദിന് കാണിച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. ദാവീദ് അതിനുവേണ്ടി ധാരാളമായി സമാഹരണങ്ങൾ നടത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദാവീദ് പറഞ്ഞ് സമാഹരണം ഉണ്ടാക്കിയത് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വന്തം കയ്യിൽ നിന്നും അതിനുവേണ്ടി, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സ്വന്തം സ്വത്തും അതിനുവേണ്ടി ചെലവിട്ടതിനാണ് മാറ്റിവെച്ചതിനാണ് കാണുവാൻ സാധിക്കും. ഈ ആലയം പണിതീർന്നതിനെക്കുറിച്ച് 6-ാം അധ്യായത്തിൽ ഇപ്രകാരമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ആലയത്തിൻ്റെ അകം സലോമോൻ തങ്കം കൊണ്ട് പൊതിഞ്ഞു. ആലയത്തിൻ്റെ അകം സലോമോൻ തങ്കം കൊണ്ട് പൊതിഞ്ഞു. ആലയത്തിൻ്റെ നമ്മുടെ മനസ്സിൽ സങ്കല്പം ഉണ്ടായിരിക്കണം. ഏതാണ്ട് ഇത്രയും വലിപ്പമുള്ള ഒരു ആലയം എന്ന് നമ്മൾ എളുപ്പത്തിന് വേണ്ടിയൊക്കെ സങ്കല്പിക്കാം. ഇതിൻ്റെ ഉൾവശം മുഴുവനും തങ്കം കൊണ്ട് പൊതിഞ്ഞു. അന്തർമന്ദിരത്തിൻ്റെ മുൻവശത്ത് വിലങ്ങത്തിൽ പൊൻചങ്ങല കൊളുത്തിയ അന്തർമന്ദിരം പൊന്നുകൊണ്ട് പൊതിഞ്ഞു. വീണ്ടും അന്തർമന്ദിരം അത് പൊന്നുകൊണ്ട് പൊതിഞ്ഞു എന്നവിടെ രേഖപ്പെടുത്തിയിരിക്കും. അങ്ങനെ അവൻ ആലയം ആ സകലം പൊന്നുകൊണ്ട് പൊതിഞ്ഞു.
ആലയം മുഴുവനും എന്ന് പൊതിഞ്ഞു, പൊന്നുകൊണ്ട് പൊതിഞ്ഞു. പിന്നെ വായിച്ചു വരുമ്പോൾ അവിടെ കാണുന്നുണ്ട് അവിടെ ഉപയോഗിക്കുന്ന ഉപകരണങ്ങൾ പലതും തങ്കവും പൊന്നുമൊക്കെയുമായ വിലപിടിപ്പുള്ള രത്നങ്ങൾ അവിടെ പതിപ്പിച്ചിരുന്നു. ആദ്യത്തെ ദൃശ്യമായ സ്ഥിരമായ ആലയത്തിൻ്റെ ഒരു രൂപമാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് ശലോമോൻ്റെ ഒരു ആലോചനയോ ജ്ഞാനമോ ഒന്നും ആയിരുന്നില്ല. ദൈവം എന്താണോ പറഞ്ഞത് അതിപ്രകാരം ചെയ്തിരുന്നു എന്നാണ് അതിന് കാണാൻ. തൊട്ട് മുമ്പിൽ പറയുമ്പോഴും വീണ്ടും ആലയം പണി തീർന്നതിനെക്കുറിച്ച് പറയുമ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്. ദൈവം കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം അത് ചെയ്തു. എന്തെല്ലാം വസ്തുക്കൾ അവിടെ ഉപയോഗിക്കപ്പെടണം, ഏതെല്ലാം മെറ്റീരിയൽസ് അവിടെ ഉപയോഗിക്കണം, അവിടുത്തെ വിരികൾ എങ്ങനെയായിരിക്കണം, അതിൻ്റെ കളർ എന്തായിരിക്കണം, അതിൻ്റെ നൂലിൻ്റെ നിറം എന്തായിരിക്കണം എന്ന് വേണ്ട സകല സംഗതികളും ശലോമോൻ രാജാവിന് ദൈവം മാതൃക കാണിച്ചു കൊടുത്തിരുന്നു. എപ്പോഴും ആ ബ്ലൂ പ്രിൻ്റാണ് നോക്കിയിരുന്നത്. ആലയം പണി നോക്കാൻ പോകുന്നവർ നോക്കും, ഇത് ദൈവം കാണിച്ച മാതൃക പ്രകാരമാണോ, മനുഷ്യൻ്റെ മാതൃകയൊന്നുമല്ല. അവരുടെ പണി മാത്രമേ ഉള്ളൂ. പണിക്കും അവരുടെ അല്ല, ദൈവം അവർക്ക് വിശേഷ ബുദ്ധി കൊടുത്തിരുന്നു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ആലയം കൃത്യമായിട്ട് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് ദൈവത്തിൻ്റെ ഒരു ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ മാതൃകയാണ്. മാനുഷികമായ യാതൊരു സംഗതികളും അവിടെ ഇല്ല എന്നുള്ളതാണ് അവിടെ കാണാൻ സാധിക്കും. അത് അന്നും ഇന്നും ഒന്നു തന്നെ എന്ന് നാം മറന്നുപോകും. കഴിഞ്ഞ മാസം വരെ നമ്മൾ ആരാധിച്ചു വന്ന ആലയത്തിൽ ഇപ്പോൾ നമ്മൾ വന്ന് കയറുമ്പോൾ ഒത്തിരി മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അല്ലേ. ഒന്നാമത് ബെഞ്ചുകളൊന്നും ഇവിടെ കാണുന്നില്ല. അത് തിരിച്ചു വരും കേട്ടോ. ബെഞ്ചുകളൊന്നും കാണുന്നില്ല. അപ്പോൾ തന്നെ കുറച്ചുകൂടെ ഇതിന് വിസ്താരം കൂടിയോ എന്നൊരു സംശയം തോന്നിപ്പോകും. ഓക്കെ, അകത്ത് വരുമ്പോഴും ധാരാളം വ്യത്യാസങ്ങളുണ്ട്. മധുവയിലേക്ക് നോക്കുമ്പോഴും വ്യത്യാസങ്ങളുണ്ട്. പൊന്നു പൊതിഞ്ഞെന്ന് പറഞ്ഞ പോലെ സ്വർണ്ണ കളറൊക്കെ നമുക്ക് കാണാനും സാധിക്കും. വളരെ മനോഹര ഭിത്തികളൊക്കെ എന്ത് ചെയ്യുന്നു, അത് പുതിയതായിട്ടൊരു രൂപകൽപ്പന ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇനിയും കുറേ കാര്യങ്ങളിവിടെ ചെയ്യാനുണ്ട് എന്ന് പറയുണ്ടായി. മനോഹരമായ സീലിങ്ങും കാര്യങ്ങളെല്ലാം ഉണ്ട്. ആലയം മനോഹരമായി സൂക്ഷിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അത് നമ്മൾ അലങ്കോലമായോ അലക്ഷ്യമായോ ഇടരുത്. എപ്പോഴും ആരാധനായിട്ട് വരുമ്പോൾ നമുക്കൊരു ആരാധനാഭാവം നമ്മളിൽ ഉണ്ടാകണം. അത് വളരെ പ്രത്യേകതയാണ്. അതുതന്നെയാണ് യെരുശലേം ദേവാലയത്തിലും ഉണ്ടായിരുന്നത് എന്ന് കാണുവാൻ സാധിക്കും. ആളുകൾ വന്ന് അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ കാണുമ്പോൾ ഉൾവശങ്ങളിലേക്ക് ഒത്തിരി അകത്തേക്ക് അങ്ങോട്ട് അവർക്ക് കയറത്തില്ലായിരുന്നു എങ്കിലും അവർക്കത് കാണാനായിട്ട് സാധിക്കും. അവർക്ക് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകമായ സ്ഥലമുണ്ടായിരുന്നു. അവിടെ നിന്ന് അവരെ ആലയത്തിനുള്ളിൽ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വത്തിന് ഒത്തവണ്ണം ഉള്ള ഒരു സ്ഥലം, മഹത്വമേറിയ ദൈവത്തിന്, ആ ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വിളിച്ചോതുന്ന മഹത്വമേറിയ ഇടം ആലയം, ആരാധനാലയം, ദൈവ ആലയ ആരാധന ഇടം. അത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ടതാണ്. ഈ ആലയപ്രകാരം പുനരുദ്ധരിക്കാൻ, കേടുപാടുകൾ പോക്കുവാൻ അങ്ങനെ നല്ലൊരു ചിന്ത നിങ്ങൾക്ക് ഉണ്ടായതിന് ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. അത് കൂടുതൽ ഭംഗിയായും മഹത്വത്തോടെ സൂക്ഷിക്കപ്പെടുവാനും വരും കാലങ്ങളിലും ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ദൈവം ധാരാളമായി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പിതാക്കന്മാരുടെ മേൽ ചൊരിഞ്ഞതായി ദൈവകൃപ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ, മനഃപൂർവ്വമായി ഹൃദയംഗമായി ആരാധിക്കുന്നവരുടെ മേൽ ഇനിയും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എല്ലാവിധമായ ആശംസകളും ഈ സമയത്ത് നേരുകയും ചെയ്തു. ഇന്ന് കൊയർ സൺഡേ ആയിരുന്നല്ലോ. കൊയറുകാർ അത് മാറ്റി ഒരു ക്രമീകരണം ചെയ്തിട്ടുണ്ട്. അതിന് പ്രത്യേകിച്ച് ആദ്യമായി കൊയറിലെ എല്ലാ അംഗങ്ങൾക്കും അതിന് നേതൃത്വം കൊടുക്കുന്നവർക്കും പ്രത്യേകമായി നന്ദി അറിയിക്കുന്നു. എപ്രകാരം അതിന് മാറിയൊരു ക്രമീകരണം ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ വിദ്യാഭ്യാസത്തെക്കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ പാഠഭാഗങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതിന് അനുസരിച്ചുള്ള വേദഭാഗങ്ങളാണ് ഇന്ന് ഇവിടെ എടുക്കപ്പെട്ടിരിക്കുന്നത്, വായിക്കപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനെ ആസ്പദമാക്കി നമുക്ക് അല്പസമയം ചിന്തിക്കും. വിദ്യാഭ്യാസത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, എഡ്യൂക്കേഷനെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ മഹാടവയിൽ ഈ ഇടവകയിൽ നിന്ന് ലഭിക്കുന്ന എല്ലാവിധമായ സഹകരണത്തിനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ മേഖലയിൽ നിന്നെല്ലാം നേതൃത്വങ്ങൾക്കുമായി ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. പ്രത്യേകാൽ നമ്മുടെ സ്കൂളുകൾ അതിൻ്റെ പുനരുത്ഥാന കാര്യങ്ങളും അവിടെ കുട്ടികളെ കൂടുതൽ കൊണ്ടുവരുന്നതിനും കഴിഞ്ഞ കാലങ്ങളിൽ ഇപ്പോഴും ഈ സഭ നൽകുന്ന ആ ഉത്സാഹം, അതിനുള്ള താല്പര്യം, അതിനുള്ള സഭാമക്കളുടെ അകമഴിഞ്ഞുള്ള സഹകരണം എല്ലാം ഞാൻ സമയത്ത് ഓർക്കും. ലക്ഷക്കണക്കിന് രൂപ ഓരോരോ വർഷങ്ങളിലും സ്കൂളിൻ്റെ പുനരുദ്ധാരണത്തിനും അതുപോലെ തന്നെ ഹോസ്റ്റലിൻ്റെ പ്രവർത്തനത്തിനും കുട്ടികളുടെ ഇവിടെയുള്ള ഹോസ്റ്റൽ കുഞ്ഞുങ്ങളുടെ പഠനത്തിനൊക്കെയും ഈ സഭ ചെലവഴിക്കുന്നു. അതിനെ ചർച്ച കമ്മിറ്റിയും സഭാമക്കളെല്ലാവരും ഒരുപോലെ അതിൻ്റെ പിന്നിൽ അധ്വാനിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി
അതിനായിട്ടും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കും. വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ കണ്ണിക്കൽ അല്ലെങ്കിൽ മേലുകാവ്, ഇരുമാപ്ര, മങ്കൊമ്പ് ഉള്ള പ്രദേശങ്ങളെല്ലാം നമ്മൾ നോക്കുമ്പോൾ ഈ പ്രദേശങ്ങളിലെ ആദ്യത്തെ വിദ്യാഭ്യാസ ഏജൻസി എന്ന് പറയുന്നത് നമ്മളാണ്, നമ്മുടെ സഭയാണ്. ഇവിടെയാണ് ആദ്യം സ്കൂളുകൾ ആരംഭിച്ചത്. അല്ലെങ്കിൽ തുടങ്ങിയത് അക്ഷരാഭ്യാസം ഈ പ്രദേശങ്ങളിൽ ആരംഭിച്ചത് എന്ന് പറഞ്ഞാൽ ഈ ചെറിയൊരു വട്ടത്തിലല്ല, ഈ പ്രദേശങ്ങൾ തൊടുപുഴ തൊട്ട് ഇങ്ങോട്ടുള്ള പ്രദേശങ്ങൾ മുഴുവൻ നോക്കിയാൽ, തൊടുപുഴ അല്ലെങ്കിൽ ഏറ്റുമാനൂർ ഇപ്പുറത്തുള്ള പ്രദേശങ്ങളെ നോക്കിക്കഴിഞ്ഞാൽ അതിനിപ്പുറത്തൊക്കെ സ്കൂൾ ആദ്യമായിട്ടുണ്ടായത് നമ്മുടെ ഈ പ്രദേശത്താണ്. അതുകൊണ്ട് സ്കൂളിൻ്റെ കാര്യത്തിൽ, എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ CSI സഭയാണ് ഇവിടുത്തെ ഒന്നാമത്തെ ആൾക്കാർ. അതിനുശേഷം ഏതാണ്ട് 3/4 നൂറ്റാണ്ടിന് ശേഷം മാത്രമേ മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സഭയാണെങ്കിലും സമുദായമാണെങ്കിലും ഈ പ്രദേശങ്ങളിലോ താഴ്വാര പ്രദേശങ്ങളിലോ കൊണ്ടുവന്നിരുന്നുള്ളൂ എന്ന് നമ്മൾ മറന്നു പോകണം. അപ്പോൾ അതുകൊണ്ട് വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലും അറിവിൻ്റെ കാര്യത്തിലും നമ്മുടെ ജനത്തിനൊരു മേൽക്കൈ ഉണ്ട് എന്ന് ഞാൻ ഈ സമയത്ത് ഓർപ്പിക്കട്ടെ. അതിൽ ആർക്കും നമ്മെ തോൽപ്പിക്കാൻ പറ്റത്തില്ല. ഒരുപക്ഷെ നമ്മൾ അത് വേണ്ട രീതിയിൽ അതിൻ്റെ ആ മേൽക്കൈ തുടരാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്, അല്ലെങ്കിൽ അത് സൂക്ഷിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് രണ്ടാമത്തെ ചോദ്യമാണ്. അത് നമ്മൾ സൂക്ഷിക്കേണ്ടതാണ്. കാരണം ഇത്രയും വർഷങ്ങൾക്ക് മുമ്പ് വിദ്യ നേടിയ പൂർവ്വപിതാക്കന്മാരുടെ സന്തതി പരമ്പരകളാണ് നമ്മളെങ്കിൽ, നമ്മളെക്കാൾ ഭംഗിയായി പത്രമാധ്യമങ്ങൾ വായിക്കാൻ നമ്മുടെ പിതാക്കന്മാർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ, വിശുദ്ധ വേദവസ്തു വായിക്കാൻ അവർക്ക് സാധിച്ചിരുന്നുവെങ്കിൽ നമ്മൾ അതിനെത്രയോ മുകളിൽ നിൽക്കേണ്ടതാണ്. തീർച്ചയായിട്ടും നമ്മൾ വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ആ മേൽക്കൈ നമ്മൾ സൂക്ഷിക്കണം എന്ന് ഞാൻ ഈ സമയത്ത് കൃത്യമായി ഓർപ്പിക്കട്ടെ. നമ്മുടെ സ്കൂളുകൾ പ്രത്യേകിച്ച് കാലപ്പഴക്കത്തിൽ അതിൻ്റെ മട്ടും ഭാവമൊക്കെ മാറിപ്പോയിട്ടുണ്ട്, ജീർണാവസ്ഥ പ്രാപിച്ചിട്ടുണ്ട്. എന്നാൽ അത് നമുക്ക് കാലാനുസൃതമായി മാറ്റി അതിനൊരു പുതുജീവൻ നൽകേണ്ടത് ആവശ്യമാണ്. ഈ സഭ അതിനുവേണ്ടി നൽകുന്ന എല്ലാ പ്രയത്നങ്ങളെയും ഞാൻ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ വേദപുസ്തകത്തിൽ ഇന്ന് നമ്മൾ പാഠമായിട്ട് വായിച്ച വേദഭാഗത്തിൽ അവിടെ വളരെ പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 3-ാം അധ്യായം 3 മുതലുള്ള വാക്യങ്ങളാണ് നമ്മൾ വായിച്ചു കേട്ടത്. അവിടെ സലോമോൻ രാജാവ് രാജഭരണം ഏൽക്കുന്നതിനെ കുറിച്ചാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. രാജഭരണം ഏൽക്കുന്ന സമയത്ത് ദൈവം അവന് പ്രത്യക്ഷനായി അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സലോമോൻ്റെ ആരാധനയിൽ, യാഗാർപ്പണങ്ങളിൽ ദൈവം പ്രസാദിച്ചു. സലോമോനോട് ചോദിച്ചു, സലോമോനെ നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ചോദിച്ചു. നിനക്ക് വേണ്ടുന്ന വരം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞു. നമുക്കൊക്കെ മനസ്സിലാകുന്ന ഭാഷയിലാണ് അതോടെ രേഖപ്പെടുത്തിയത്. വരം ആവശ്യപ്പെട്ട ആ ദൈവത്തോട് സലോമോൻ പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൻ്റെ 7 മുതലുള്ള വാക്യങ്ങളിൽ പ്രത്യേകിച്ച് നമുക്ക് കാണുവാൻ സാധിക്കും. അതിന് മുമ്പുള്ളതും എൻ്റെ അത് പറഞ്ഞിട്ടുണ്ട്. എൻ്റെ ദൈവമായ യഹോവേ, നീ അടിയനെ ഇപ്പോൾ എൻ്റെ അപ്പനായ ദാവീദിന് പകരം രാജാവാക്കിയിരിക്കുന്നു. ഞാനോ ഒരു ബാലനത്രേ, കാര്യാദികൾ നടത്തുവാൻ എനിക്ക് അറിവില്ല. നീ തിരഞ്ഞെടുത്തതും പെരുപ്പം നിമിത്തം എണ്ണവും കണക്കുമില്ലാത്തതുമായ വലിയൊരു മഹാജാതിയായ നിന്റെ ജനത്തിൻ്റെ മധ്യേ അടിയൻ ഇരിക്കും. ആകയാൽ ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. ഒറ്റ വരം മതി സലോമോൻ. ദൈവം പറഞ്ഞിട്ടുണ്ട്, സലോമോൻ ആ വരം ചോദിച്ചതിൽ ദൈവത്തിന് ഇഷ്ടം തോന്നി, പ്രസാദം തോന്നി എന്നാണ് അവിടെ പറഞ്ഞത്. മറ്റ് പല കാര്യങ്ങളും അവന് ചോദിക്കാമായിരുന്നു. അവൻ വളരെ ചെറുപ്രായമാണ്, ഉത്തരവാദിത്വം വളരെ വലുതാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാജ്യം നിലനിൽക്കുന്നത് അതിൻ്റെ നീതി നിർവഹണത്തിലാണ്. നീതി നിർവഹണത്തിലാണ് ഒരു രാജ്യം നിലനിൽക്കുന്നത്. നീതിയാൽ സിംഹാസനം സ്ഥിരമായി വരുന്നു എന്ന് രേഖപ്പെടുത്തിയിരിക്കും. നീതിയില്ലെങ്കിൽ സിംഹാസനം നിലനിൽക്കുകയില്ല. അങ്ങനെയെങ്കിൽ നീതി ശരിയായ വണ്ണം നടത്തപ്പെടേണ്ടതായിട്ടുണ്ട്. നീതി എങ്ങനെയാണ് നടത്തപ്പെടുന്നത്? നന്മ തിന്മകളെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനോട് പറ്റത്തില്ല. ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നീതി നടപ്പാക്കാനോട് പറ്റത്തില്ല. അത് വളരെ വളരെ ചെറുപ്പത്തിലെ മനസ്സിലാക്കിയ സലോമോൻ പറയുകയാണ്, ദൈവമേ, അങ്ങ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്.
രാജകുമാരന്മാർ ധാരാളമുണ്ട്, ദാവീദിൻ്റെ മക്കൾ ധാരാളമുണ്ട്. അവരിൽ ആരെയും എടുക്കാതെ എന്നെ, അങ്ങയുടെ പ്രത്യേകമായ വാഗ്ദത്ത പ്രകാരം എന്നെ തിരഞ്ഞെടുത്തതിന്, ഈ വലിയൊരു ഉത്തരവാദിത്വം എന്നെ ഏൽപ്പിച്ചതിന്, വലുപ്പവും പെരുപ്പവുമുള്ള ജനത്തിന് അവരെ ഭരിക്കുവാൻ, അവരെ ന്യായപാലനം ചെയ്യുവാൻ എനിക്ക് സാധിക്കണമെങ്കിൽ എനിക്ക് വേണ്ടത് ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിന്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയം തരണമേ എന്ന് പറഞ്ഞു. സലോമോന് ദൈവം വിവേകം കൊടുത്തു, ജ്ഞാനം കൊടുത്തു എന്ന് രേഖപ്പെടുത്തിയിരിക്കും. അതോടൊപ്പം അവൻ ചോദിക്കാത്ത ധനം അവന് കൊടുത്തു, മാനം കൊടുത്തു, മഹത്വം കൊടുത്തു എന്ന് അവിടെ രേഖപ്പെടുത്തിയിരിക്കും. സലോമോനെ പോലെ അത്രയും മഹത്വമേറിയൊരു രാജാവ്, അത്രയും ജ്ഞാനമുള്ളൊരു രാജാവ് സലോമോന് മുമ്പുണ്ടായിട്ടില്ല, പിന്നീടും ഉണ്ടായിട്ടില്ല എന്ന് രേഖപ്പെടുത്തിയിരിക്കും. ശ്രദ്ധിക്കേണ്ട സംഗതി, ജ്ഞാനം അല്ലെങ്കിൽ അറിവ് അത് ദൈവമാണ് നൽകുന്നത്. ദൈവമാണ് സലോമോന് നൽകുന്നത്. ജ്ഞാനികളിൽ ജ്ഞാനിയായ സലോമോന് ദൈവമാണ് ജ്ഞാനം നൽകിയെങ്കിൽ, പ്രിയമുള്ളവരെ, നമുക്ക് ജ്ഞാനം അന്വേഷിപ്പാൻ വേറെ ഒരിടത്തും പോകേണ്ടതില്ല. ദൈവത്തോട് ചോദിക്കുക തന്നെ. ദൈവമാണ് ജ്ഞാനം നൽകുന്നത്. സലോമോൻ്റെ മാതൃക വളരെ വളരെ ശ്രദ്ധേയമാണ്. സദൃശവാക്യങ്ങൾ 22-ാം അധ്യായം 7-ാം വാക്യം നമ്മൾ പലതവണ ഇന്നും അത് കേട്ടതാണ്. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയും. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറുകയും. പ്രിയമുള്ളവരെ, ചോദ്യം ഇതാണ്: നമ്മുടെ വിദ്യാഭ്യാസം കൊണ്ട് ജ്ഞാനം വർദ്ധിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യം. അങ്ങനെ വരുമ്പോൾ മറ്റൊരു ചോദ്യം കൂടെ അതിനോട് ചേർന്ന് വരുന്നു. ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനം എന്ന് പറഞ്ഞാൽ അറിവാണോ? അറിവാണെന്ന് പറഞ്ഞാൽ നമുക്ക് അങ്ങനെ പറയാൻ പറ്റത്തില്ല. കാരണം അറിവുള്ള ആൾക്കാരാണ് എല്ലാവരും, അല്ലേ? അറിവിൻ്റെ കാര്യത്തിൽ അത് ഇന്ന് അറിവുകൾ മേഖല തിരിച്ചാണ്. ഓരോരോ ശാഖോപശാഖകളായിട്ട് അറിവിൻ്റെ ലോകം മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അറിവുണ്ട്, ആൾക്കാർക്കുണ്ട്, അറിവുണ്ട്, അറിവില്ലെന്ന് പറയാൻ പറ്റത്തില്ല. പക്ഷെ ജ്ഞാനമുണ്ടോ? ജ്ഞാനം അങ്ങനെ പറയുമ്പോഴാണ് ജ്ഞാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ജ്ഞാനം എന്ന് പറഞ്ഞാൽ നന്മ തിന്മകളെ തിരിച്ചറിയാനുള്ള കഴിവാണ് ജ്ഞാനം എന്ന് പറയുന്നത്. നന്മയും തിന്മയും തിരിച്ചറിയാൻ പറ്റില്ല. നന്മയും തിന്മയും തിരിച്ചറിയണമെങ്കിൽ അതിനെക്കുറിച്ച് അറിവുണ്ടായിരിക്കും. സലോമോൻ ചോദിച്ചതും അതുതന്നെയാണ്. നന്മയും തിന്മയും തിരിച്ചറിയാനുള്ള കഴിവ് ഉണ്ടായി. ഒരു കാര്യം കണ്ടാൽ അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. ഒരു ഉദാഹരണം സലോമോൻ്റെ ജീവിതത്തിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഒരു 2 സ്ത്രീകൾ അവർ കുഞ്ഞുങ്ങളുമായി രാവിലെ സലോമോൻ്റെ അടുത്ത് വന്നു. 2 കുഞ്ഞുങ്ങളിൽ ഒരു കുഞ്ഞിന് ജീവനുണ്ട്, ഒരു കുഞ്ഞിന് ജീവനില്ല. തർക്കം ഇതാണ്: ജീവനുള്ള കുഞ്ഞ് എൻ്റേത്, മരിച്ച കുഞ്ഞ് നിൻ്റേത്. അതാണ് തർക്കം. ആർക്കും ഒന്നും പറയാൻ പറ്റത്തില്ല. ചെറിയ കുഞ്ഞുങ്ങളാണ്, ഒറ്റ നോട്ടത്തിലൊന്നും തിരിച്ചറിയാനും പറ്റത്തില്ല. രാത്രിയിൽ അവർ കിടന്നുറങ്ങി. നമുക്ക് സംഭവചരിത്രം അറിയാമല്ലോ. സലോമോൻ ചെയ്ത കാര്യം നമുക്ക് വളരെ പ്രസിദ്ധമാണ്. അദ്ദേഹം പറഞ്ഞു, ഒരു വാൾ കൊണ്ടുവരട്ടെ, തുല്യമായിട്ട് നമുക്ക് നീതി നടപ്പാക്കിയേക്കാം. കുഞ്ഞിനെ പിളരട്ടെ, ജീവനുള്ള കുഞ്ഞിനെ പിളരട്ടെ, 2 പേർക്കും കൊടുക്കുക. ജീവനുള്ള കുഞ്ഞിൻ്റെ ഒറിജിനൽ അമ്മ അവർ പറഞ്ഞു, അയ്യോ എൻ്റെ കുഞ്ഞിനെ കൊല്ലരുത്, എൻ്റെ കുഞ്ഞിനെ കൊല്ലരുത്. അത് അവൾക്ക് തന്നെ കൊടുത്തു. ആ കുഞ്ഞ് മരിക്കാതെ ജീവിക്കുമല്ലോ, എൻ്റെ കുഞ്ഞ് മരിക്കാതെ ജീവിക്കുമല്ലോ. മറ്റേ സ്ത്രീ പറഞ്ഞു, കൊന്നോളൂ, കീറിക്കോ, ഒരു കുഴപ്പവുമില്ല, അവക്കും വേണ്ട എനിക്കും വേണ്ട. സലോമോനോടെ വിധി കൽപ്പിച്ചു, കൊല്ലരുത്, കുഞ്ഞിനെ കൊല്ലരുത് എന്ന് പറഞ്ഞ ആ അമ്മയാണ്, ആ സ്ത്രീയാണ് ഈ കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മ. അതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഇപ്രകാരമാണ്: സലോമോൻ്റെ ആ വിധി കേട്ടിട്ട് അവർ ആ ഇസ്രായേൽ ദേശം മുഴുവനും മറ്റുള്ള രാജ്യങ്ങളിലും അവൻ്റെ കീർത്തി പെരുകി എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഏതാണ് ശരിയെന്ന് തിരിച്ചറിയാൻ ദൈവം കൊടുത്ത പ്രത്യേക ജ്ഞാനം, ശരി തെറ്റുകളെ തിരിച്ചറിയാനുള്ള അറിവ്, അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അത് ദൈവമാണ് നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം ഇതാണ്: ഇന്നത്തെ ആധുനിക വിദ്യാഭ്യാസത്തിൽ ഈ അറിവ് പകരപ്പെടുന്നുണ്ടോ എന്നാണ്. ഈ അറിവ് പകരപ്പെടുന്നുണ്ടായിരുന്നെങ്കിൽ ഇന്ന് കാണുന്ന കുറ്റകൃത്യങ്ങൾ ഉണ്ടാകത്തില്ല. അപ്പോൾ
ഈ അറിവ് പകരപ്പെടുന്നില്ല. ശരിതെറ്റുകളെ തിരിച്ചറിയാനുള്ള ജ്ഞാനം എന്ന് പറയുന്ന, യഥാർത്ഥ ജ്ഞാനം എന്ന് പറയുന്ന ആ ഒരു അഭ്യസനം ആധുനിക ലോകത്തിൽ വിദ്യാഭ്യാസത്തിൽ തലമുറയ്ക്ക് അല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് പകരപ്പെടുന്നില്ല. അറിവ് പകരപ്പെടുന്നുണ്ട്, പക്ഷേ ഈ ജ്ഞാനം എന്ത് ചെയ്യുന്നില്ല, പകരപ്പെടുന്നു. ഇവിടെ സദൃശവാക്യങ്ങളിൽ ശലോമോൻ തന്നെ പറയുന്നത്, ബാലൻ നടക്കേണ്ടുന്ന വഴിയിലാണ് അഭ്യസിപ്പിക്കണം. അവൻ വൃദ്ധനായാലും എന്ത് ചെയ്തില്ല, അത് മാറും. ചെറുപ്പകാലങ്ങളിൽ അവൻ്റെ ചെറുപ്രായത്തിൽ തന്നെ അവനെ ഈ ഒരു സത്യം, ഈ ഒരു യാഥാർത്ഥ്യം, ഈ ഒരു വഴി അവനെ പറഞ്ഞു കൊടുക്കണം. നന്മ തിന്മ ഏതാണെന്ന് തിരിച്ചറിയാൻ അവന് സാധിക്കണം. അല്ലെങ്കിൽ അതിൻ്റെ ഉറവിടമാകുന്ന ഉറവിടത്തിലേക്ക് അവൻ്റെ ശ്രദ്ധ തിരിക്കാനായിട്ട് അവനെ പരിശീലിപ്പിക്കണം എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ശരിയാണ്, നമുക്കറിയാം, പണ്ടൊക്കെ നമ്മുടെ സ്കൂളുകളിൽ പഠിച്ചിറങ്ങുന്നവരെന്ത് ചെയ്തില്ല, അങ്ങനെ വലിയ വലിയ കുറ്റകൃത്യങ്ങളിലൊന്നും അകപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അതെങ്ങനെയും അവരുടെ മനസ്സിൽ അതെല്ലാം തെറ്റാണ്, അടിയുണ്ടാക്കുന്നു, വഴക്കുണ്ടാക്കുന്നതും ചീത്ത വർത്തമാനങ്ങൾ പറയുന്നതൊക്കെയും തെറ്റാണ് എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്നത് കാണുന്നില്ല. അത് മാറിപ്പോയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവിടെയാണ് ക്രിസ്തീയ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം എന്ന് പറയുന്നത്. ഇവിടെ പറയുന്നത് ബാലനെ കുറിച്ചാണ് പറയുന്നത്, ശിശുക്കളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. ജ്ഞാനം എവിടെ തുടങ്ങണമെന്ന് പറഞ്ഞിരിക്കുന്നു? ജ്ഞാനം എന്ന് പറയുന്നത് ബാലന്മാരെ തുടങ്ങണം, അതിനേക്കാളും കുറച്ചുകൂടെ താഴെ നേരത്തെ തുടങ്ങണം എന്ന് പറഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ ജ്ഞാനം ആരാ കൊടുക്കേണ്ടത്? ഇപ്പോഴൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഇപ്പോൾ സ്കൂളിൽ ചേർക്കുന്നതിന് 6 വയസ്സാണ്. അതിന് മുമ്പ് എന്ത് ചെയ്യണം? അതിന് മുമ്പ് LKG, UKG, പ്രീ KG ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഉണ്ട്. പക്ഷേ പ്രീ KGക്ക് മുമ്പേ ചില കാര്യങ്ങൾ പഠിപ്പിക്കണമെന്നുള്ള യാഥാർത്ഥ്യത്തിലേക്കാണ് ഇത് വിരൽച്ചുകൊണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ വിദ്യാഭ്യാസം ആരാ കൊടുക്കേണ്ടത്? ഈ അറിവിൻ്റെ ഉറവിടമാകുന്ന, ജ്ഞാനത്തിൻ്റെ ഉറവിടമാകുന്ന ആ സ്രോതസ്സിലേക്ക് ആരാണ് ഈ കുഞ്ഞുങ്ങളെ നയിക്കേണ്ടത്? വേറെ ആരുമല്ല, ഞാനും നിങ്ങൾ, മാതാപിതാക്കന്മാർ. കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കന്മാരാണ് ഈ ജ്ഞാനത്തിൻ്റെ ഉറവിടത്തിലേക്ക് ഉള്ള വഴി വളരെ വളരെ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങൾക്ക് കാണിച്ചു കൊടുക്കേണ്ടത്. അങ്ങനെയെങ്കിൽ യഥാർത്ഥ വിദ്യാഭ്യാസനം, യഥാർത്ഥത്തിൽ ജ്ഞാനത്തിൻ്റെ, അറിവിൻ്റെ തുടക്കം എവിടെ തുടങ്ങും? നമ്മുടെയൊക്കെ ഭവനങ്ങളിൽ തുടങ്ങും എന്നതിനർത്ഥം. ഈ വിശുദ്ധ വേദപുസ്തകത്തിലാണ് അത് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത് എന്ന് നമ്മൾ മറന്നു പോകാം. ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് ആ ജ്ഞാനം വളരെ ചെറുപ്പത്തിലെ കുഞ്ഞുങ്ങളിലേക്ക് നമ്മൾ സന്നിവേശിപ്പിക്കേണ്ടത്. ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന, പ്രത്യേകിച്ച് CSIക്കാർക്ക് വന്നിരിക്കുന്ന ഏറ്റവും വലിയ കുഴപ്പം, അവരെന്ത് ചെയ്യത്തില്ല, ഈ പുസ്തകവുമായി, ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രാർത്ഥനയുമായി, ഇതുമായിട്ട് ബന്ധപ്പെട്ട ആരാധനയുമായി ചെറിയ തലമുറയെ എന്ത് ചെയ്യുന്നു, നമ്മൾ അറിഞ്ഞോ അറിയാതെയോ മാറ്റി നിർത്തുന്നു എന്നുള്ളത് തന്നെയാണ്. വളരെ സന്തോഷമുണ്ട്, ഇന്ന് കുറേയധികം കുഞ്ഞുങ്ങൾ ഇന്ന് ഫ്രണ്ട് റോയിൽ തന്നെ ഇരിപ്പുണ്ട്. വളരെ സന്തോഷം. കുഞ്ഞുങ്ങളെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ജ്ഞാനത്തിൻ്റെ ഉറവിടത്തിൽ നിന്ന് നമ്മൾ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ അകറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. വളരെ ചെറുപ്പത്തിൽ ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കാൻ മെനക്കെടാറുണ്ടോ ഇന്നത്തെ ആധുനിക തലമുറ? ശ്രദ്ധിക്കുക, ഒരു പ്രാർത്ഥന കുഞ്ഞുങ്ങൾക്ക് ചൊല്ലിക്കൊടുക്കാൻ. നമ്മൾ ധാരാളം കഥകൾ പറയാനും പാട്ടുകൾ പഠിപ്പിക്കാനും പ്രസംഗം പറയാനും എന്ത് ചെയ്യും, നമ്മളെ ചെറുപ്രായത്തിൽ തന്നെ ഒരുപക്ഷെ കുട്ടികളെ നമ്മൾ പരിശീലിപ്പിക്കുമായി. പക്ഷെ ഒന്ന് പ്രാർത്ഥിക്കാൻ, ഒരു പ്രാർത്ഥന ചൊല്ലിക്കൊടുക്കാൻ, ഞാനിത് പറയാൻ കാരണമെന്ന് പറയാൻ വേറൊന്നുമല്ല. സ്ത്രീഗണത്തിനായിട്ട് ഈ നാളുകളിൽ വളരെയധികം കുഞ്ഞുങ്ങളുമായുള്ള ചോദ്യോത്തരത്തിൽ എനിക്ക് വ്യക്തമാകുന്നൊരു കാര്യമുണ്ട്. പല കുഞ്ഞുങ്ങളുടെയും ഭവനങ്ങളിൽ പ്രാർത്ഥനകളില്ല, പല ഭവനങ്ങളിലും പ്രാർത്ഥനയില്ല. സന്ധ്യയ്ക്ക് പ്രാർത്ഥനയില്ല, നേരം വെളുക്കുമ്പോഴും പ്രാർത്ഥനയില്ല. സന്ധ്യയ്ക്കും പ്രാർത്ഥനയില്ല, നേരം വെളുക്കുമ്പോഴും പ്രാർത്ഥനയില്ല. സന്ധ്യയ്ക്കൊരു സന്ധ്യാകീർത്തനമില്ല, രാവിലെ ഒരു പ്രഭാത കീർത്തനവുമില്ല, ഒരു സ്തുതിഗീതവുമില്ല. നമുക്കൊക്കെയും വളരെ വളരെ ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെ പോയി നമ്മുടെ വിശ്വാസം? നമ്മൾ ദൈവത്തിന് അകന്നു പോയോ? ആകെ മൊത്തം നമ്മൾ പറയുന്നത് കുഞ്ഞുങ്ങളെ
തിരുവചനം അഭ്യസിപ്പിക്കുന്നത് അറിവിൻ്റെ ജ്ഞാനത്തിൻ്റെ ഉറവിടമാകുന്ന ദൈവവുമായിട്ട് പരിചയപ്പെടുന്നത് സൺഡേ സ്കൂളിലാണ് അല്ലേ? സൺഡേ സ്കൂളിൽ വന്നാലോ അത് അവരുടെ ചുമതലയാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടത്. സൺഡേ സ്കൂളിൽ എന്താ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത്? അതിന് പ്രത്യേകമായ സിലബസ് ഒക്കെ ഉണ്ട്. അത് സുമാർ 10-18 വർഷം പോകുന്ന ഒരു കോഴ്സാണ്. എത്ര കുട്ടികൾക്ക് അത് മുഴുവനായിട്ട് പഠിക്കാൻ സാധിക്കും? ഇതെല്ലാം പഠിച്ചു കഴിഞ്ഞാൽ അവർ എന്ത് പഠിക്കും? യഥാർത്ഥത്തിൽ അവർ പഠിക്കേണ്ടത് ഇവർക്ക് വീടുകളിൽ നിന്ന് ലഭിച്ച, ഇവരുടെ മാതാപിതാക്കളിൽ ലഭിച്ച വിശ്വാസത്തെ ഊട്ടിയുറപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. തുടർന്നുള്ള പഠനങ്ങളിൽ ലഭിക്കേണ്ടത്. ഇവിടെ ഒന്നും കിട്ടിയിട്ടില്ല, പിന്നെ ഇവിടെ എന്നെ ഊട്ടിയുറപ്പിക്കാൻ? ഒന്നും ഊട്ടിയുറപ്പിക്കാൻ പറ്റില്ല. നമ്മുടെ വീടുകളിൽ നിന്ന്, നമ്മുടെ മാതാപിതാക്കന്മാർ നമ്മിൽ നിന്ന് അവർ കണ്ടുപഠിച്ചതും കേട്ടുപഠിച്ചതുമായ ദൈവവിശ്വാസം, അതിൻ്റെ പരിപോഷണമാണ് സൺഡേ സ്കൂളിലും തുടർന്നും അവർക്ക് സംഭവിക്കേണ്ടത്. അതുമാത്രം സംഭവിക്കണം. ചിന്തിക്കുക. അറിവ് വർദ്ധിക്കുന്നുണ്ട്, അറിവില്ല എന്ന് ഞാൻ പറയുന്നില്ല. ജ്ഞാനമുണ്ടോ എന്നാണ് ചോദ്യം. ഒരു പ്രതിസന്ധി വരുമ്പോൾ ഏത് തിരഞ്ഞെടുക്കണമെന്ന് നമ്മുടെ തലമുറയ്ക്ക് അറിയത്തില്ലാതെ പോകുന്നു. ജീവിതം അവസാനിപ്പിച്ചേക്കാം എന്നവർ ചിന്തിക്കുന്നു. ഒരു പ്രതിസന്ധി വരുമ്പോൾ, ഒരു കുടുംബജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ കുടുംബബന്ധം അവസാനിപ്പിച്ചേക്കാം എന്ന് ചിന്തിക്കുന്നു. അത് തരണം ചെയ്യാനുള്ള മാർഗം അവർക്കറിയത്തില്ല. അതിനുള്ള ജ്ഞാനമില്ല. അറിവുണ്ട്, ജ്ഞാനമില്ല. അറിവെന്താണ്? ഡൈവേഴ്സിനെ കുറിച്ചുള്ള അറിവുണ്ട്, വീണ്ടും പുനർവിവാഹത്തെക്കുറിച്ചുള്ള അറിവുണ്ട്, കുടുംബജീവിതത്തെ കുറിച്ച് അറിവുണ്ട്. പക്ഷേ ജ്ഞാനമില്ല. തലമുറയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. ഞാൻ ഇപ്പം നമ്മുടെ ഒരു സംഭവത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, ലോകം മുഴുവനും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതിൽ നിന്ന് വളരെ വ്യത്യസ്തരാകേണ്ട ഒരു സമൂഹമാണ് ഞാനും നിങ്ങളും. കാരണം നമുക്ക് നൂറ്റാണ്ടുകൾക്ക് മുമ്പേ ആ ഒരു വെളിച്ചം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിശുദ്ധ വേദോസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതായിരുന്നു നമ്മുടെ അടിസ്ഥാനം. ഇന്നും അത് തന്നെയായിരിക്കണം നമ്മുടെ അടിസ്ഥാനം. അത് നമ്മുടെ തലമുറയ്ക്ക് നമ്മൾ പറഞ്ഞു കൊടുത്തില്ലെങ്കിൽ, അവരെ ഇതുമായിട്ട് ബന്ധിപ്പിച്ച് നിർത്തിയില്ലെങ്കിൽ, അവർ ജീവിതത്തിൽ വരുന്ന പരീക്ഷണങ്ങളെ അതിൽ അവർ വീണു പോകും എന്നുള്ള കാര്യത്തിന് തർക്കമില്ല. ഗുണവും ദോഷവും തിരിച്ചറിയാനുള്ള കഴിവ് എനിക്ക് തരണമേ എന്ന് സലോമോൻ ബാലനായിരുന്നപ്പോൾ പ്രാർത്ഥിച്ചുവെങ്കിൽ, പ്രിയമുള്ളവരെ, അത് തന്നെയായിരിക്കണം നമ്മുടെയും പ്രാർത്ഥന. സ്കൂളുകളൊക്കെ വളരെ നന്നായിട്ട് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. നല്ല അറിവ്, കിട്ടാവുന്ന ഏറ്റവും നല്ല അറിവ്, ബെസ്റ്റ് അറിവ് നമ്മൾ അവർക്ക് കൊടുക്കണം. ആ കൂട്ടത്തിൽ ജ്ഞാനവും കൊടുക്കണം. ജ്ഞാനം എന്ന് പറയുന്നത് അത് ദൈവത്തിൽ നിന്ന് വരുന്നതാണ്. വേദോസത്തിനെക്കുറിച്ച് വളരെ രസകരമായിട്ടുള്ള വിശദീകരണങ്ങളുണ്ട്. മനുഷ്യനെ ദൈവം വളരെ സ്വതന്ത്രനായിട്ടാണ് സൃഷ്ടിച്ചത്. ബുദ്ധിയും കഴിവും ഉള്ളവനായി സ്വതന്ത്രനായി ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചു. ആ സ്വാതന്ത്ര്യം ഉപയോഗിച്ച്, ആ ബുദ്ധി ഉപയോഗിച്ച് അവൻ്റെ സൃഷ്ടാവിനെ അവൻ കണ്ടെത്തണമെന്നാണ് ദൈവം ആഗ്രഹിച്ചത്. പക്ഷേ അതിൽ അവൻ പരാജയപ്പെട്ടു പോയ ചരിത്രമാണ് പലപ്പോഴും രേഖപ്പെടുത്തിയത്. സൃഷ്ടാവ് കൊടുത്ത ജ്ഞാനം കൊണ്ട് സൃഷ്ടാവിനെ കണ്ടെത്തണമെന്ന് ദൈവം ആഗ്രഹിച്ചു. സൃഷ്ടിയെ വിട്ടു അവൻ അതിലെല്ലാം നടന്ന് എല്ലാ കാര്യങ്ങളെല്ലാം ചെയ്ത് അവൻ വീണ്ടും ആ സൃഷ്ടാവിൻ്റെ അടുത്തേക്ക് തിരികെ വരും എന്ന് ദൈവം പ്രതീക്ഷിച്ചു. തിരികെ വന്നില്ല. അതാണ് ജ്ഞാനത്തിൻ്റെ പരാജയം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അറിവിൻ്റെ പരാജയം എന്ന് പറയുന്നത്. പ്രിയമുള്ളവർ, നമ്മൾ ഈ വിദ്യാഭ്യാസ ഞായറാഴ്ച നമ്മൾ കൊണ്ടാടുമ്പോൾ നമ്മൾ ഒന്ന് ഓർക്കുക, ഏറ്റവും നല്ല വിദ്യാഭ്യാസം നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുക. അതോടൊപ്പം തന്നെ ജ്ഞാനവും കൊടുക്കുക. ജ്ഞാനം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദൈവത്തെക്കുറിച്ച് അറിയുന്നതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. ദൈവത്തെക്കുറിച്ച് അറിയുന്നതാണ് ജ്ഞാനം. അത് നമ്മൾ കൊടുക്കുന്നുവെങ്കിൽ അവരെ വെല്ലാൻ, നമ്മുടെ തലമുറയെ വെല്ലാൻ ഒരു മനുഷ്യനും ഭൂമിയിൽ ഉണ്ടാകും. അവരെടുക്കുന്ന തീരുമാനങ്ങൾ, അവരുടെ ഇച്ഛാശക്തി മുമ്പിൽ വേറെ ഒന്നുമേ നിൽക്കത്തില്ല എന്ന് നാം മറന്നു പോകും. പണ്ടൊക്കെയും ആദ്യകാലത്തിൽ കേരളത്തിലെ ചരിത്രം തന്നെ നമ്മൾ നോക്കുമ്പോൾ, ക്രിസ്ത്യാനികളുടെ ചരിത്രം നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത്, ക്രിസ്ത്യാനികൾ ഒരു സാക്ഷ്യം പറഞ്ഞാൽ, ഒരു കേസിൽ ഒരു സാക്ഷ്യം പറഞ്ഞാൽ പിന്നെ അതിന് വേറെ ഒരു അപ്പീലുമില്ല, അപ്പം തന്നെ വിധിയാണ്. കാരണം എന്താണ്? ക്രിസ്ത്യാനി സത്യമേ പറയൂ, അസത്യം അവൻ പറയത്തില്ല. അത് അവൻ്റെ നാവിന്മേലില്ല എന്നായിരുന്നു ഒരു കാലത്ത് ഉള്ള ഒരു ചിന്ത. അന്നത്തെ ഏറ്റവും വലിയ ജാതിക്കാരാണ് ഏറ്റവും വലിയ നീതിമാന്മാരെന്നും ഒക്കെയും ധരിച്ചിരുന്നെങ്കിൽ, അവരെ വെല്ലുന്ന, അവർക്ക് മുകളിലുള്ള നീതിബോധമുള്ളവരായിരുന്നു ക്രിസ്ത്യാനികളെന്ന്, സത്യവാന്മാരായിരുന്നു, സത്യസന്ധരായിരുന്നു ക്രിസ്ത്യാനികൾ എന്നൊരു ചിന്ത, സാക്ഷ്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടെ? നൂറ് കള്ളന്മാരെ എടുത്താൽ ഒരു കള്ളനും ഒരു ക്രിസ്ത്യാനി ആ കൂട്ടത്തിൽ അന്നുണ്ടായിരുന്നില്ല.
ഇപ്പോഴെന്നാ 4 പേരുണ്ടെങ്കിൽ 3 പേരും ക്രിസ്ത്യാനികളായി അല്ലേ? എങ്ങനെ സംഭവിച്ചു ആ കാര്യം? സാക്ഷ്യം പോയി. ജ്ഞാനത്തിൻ്റെ ഉറവിടത്തിൽ നമ്മൾ വിട്ടുപോയി. നമ്മുടെ തലമുറയെ നമ്മൾ വീണ്ടെടുക്കേണ്ടതായിട്ടുണ്ട്. നല്ല ജ്ഞാനമുള്ളവരായിരിക്കട്ടെ നമ്മുടെ മക്കൾ, നമ്മുടെ തലമുറ. ജ്ഞാനമുള്ളവർ, വിവേകമുള്ളവർ, ശരി തെറ്റുകളെ തിരിച്ചറിയാൻ പ്രാപ്തിയുള്ളവർ അവരായിത്തീരണം. കാര്യങ്ങളെ ദൂരമേ ദർശിക്കാനുള്ള കഴിവ് അവർക്കുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ അവർ ദൈവപ്രസാദമുള്ളവരായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും. നമുക്കൊരു തീരുമാനമെടുക്കാം. നമ്മുടെ വലിയ പ്രായമുള്ള നമ്മുടെ മക്കളെ നമ്മൾ എങ്ങനെ പഠിപ്പിക്കാൻ പറ്റും എന്നെനിക്കറിയത്തില്ല. അവരുടെ നമ്മൾ മുട്ടുമടക്കേ രക്ഷയുള്ളൂ. അവരെ വളരെ സാവധാനത്തിൽ എന്ത് ചെയ്യുക? പ്രാർത്ഥനയ്ക്ക് ഇരുത്തുക. പാടക മക്കളെ വാ എന്ന് പറയാമല്ലോ. പിഞ്ചു കുഞ്ഞുങ്ങളാണ് എന്ത് ചെയ്യാം? അവനൊക്കെ ചീവ പിടിച്ച് കൊണ്ടുവരാം അല്ലേ? ഒരുപക്ഷെ ഒരു തട്ടൊക്കെ തട്ടിയാൽ നമുക്ക് അവന് പിടിച്ചുകൊണ്ട് ഇരുത്താം. വാ പ്രാർത്ഥിക്കാം, അതെ പാടാം എന്നൊക്കെ പറയാൻ സാധിക്കും. നിങ്ങൾ അവർക്ക് വേണ്ടി അങ്ങനെ സമയം കൊടുക്കണം. അവർക്ക് വേണ്ടി സമയം കൊടുക്കണം. മാതാപിതാക്കന്മാരെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. അമ്മമാരോട് ചേർന്നാണ് അവർ കൂടുതൽ സഹവാസം. അവരുടെ ചിന്തകൾ അവരെ ബാധിക്കും. അവരുടെ ആകമാനമായിട്ടുള്ള അപ്പിയറൻസ് കുട്ടികളിൽ ഭയങ്കരമായ വ്യത്യാസം ഉണ്ടാക്കുന്ന യാതൊരു സംശയവുമില്ല. അവരുടെ ഈശ്വര ചിന്ത, ദൈവത്തിലുള്ള ആശ്രയം, ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ മുട്ടുമേലുള്ള നിൽപ്പ്, അവരുടെ വേദവസ്ത വായന എല്ലാം ശിശുപ്രായത്തിൽ തന്നെ നമ്മുടെ കുഞ്ഞുങ്ങളെ ബാധിക്കും. അമ്മമാർ എന്ത് ചെയ്തോളുക? ദൈവവുമായിട്ട് അടുത്ത് നിന്നോളുക. അപ്പന്മാരെ അതിൽ നിന്ന് ഒഴിവാക്കുന്നു എന്ന് വിചാരിക്കരുത്. ഒരു പ്രായം കഴിഞ്ഞാൽ അവർ അപ്പന്മാരെയാണ് നോക്കുന്നത്, അമ്മമാരെയാണ്. ഒരു പ്രായം കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അപ്പന്മാരെയാണ് നോക്കുന്നത്, പപ്പയും ഡാഡിയൊക്കെയാണ് നോക്കുന്നത്. അതവരുടെ വളർച്ചയുടെ ഘട്ടമാണ്. അവരുടെ അറിവിൻ്റെ ലോകം വളരുകയാണ്. അപ്പോൾ അവർ അമ്മയിൽ നിന്നുള്ള ആശ്രയം വിട്ട് എന്ത് ചെയ്യും? അപ്പനോട്. അപ്പനെ നോക്കുമ്പോൾ അപ്പനും അതേ വഴിയിലാണ് പോകുന്നതെങ്കിൽ പിന്നെ ആ മക്കളെക്കുറിച്ച് നമുക്ക് വളരെ പ്രതീക്ഷയാണ്. തിരിച്ചു പിടിക്കാവുന്നേ ഉള്ളൂ എന്നാണ് എൻ്റെ. ദൈവത്തിൽ ആശ്രയിച്ച് മുൻപോട്ട് പോയാൽ നമുക്ക് തിരിച്ചു പിടിക്കാവുന്നേ ഉള്ളൂ. സ്കൂളുകളിൽ എന്ത് ചെയ്യത്തില്ല? സ്കൂളുകളിൽ ഈവൻ വേദപുസ്തകം പോലും കൊണ്ടുപോകാൻ പറ്റുന്നൊരു സാഹചര്യത്തിലല്ല കാര്യങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും. പിന്നെ എവിടെ കിട്ടും? എവിടെ ഇതിനെക്കുറിച്ചുള്ള ജ്ഞാനം കിട്ടും? സ്കൂളിൽ പറ്റത്തില്ല. ഒരു പ്രാർത്ഥന പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. എന്തു ചെയ്യും? വേദപഠന ക്ലാസ് സ്കൂളുകളിൽ പറ്റത്തില്ല. സാൻമാർഗിക ക്ലാസ് എന്നൊക്കെ പറഞ്ഞാണ് അതിൻ്റെ അകത്ത് ഏതെങ്കിലും യേശു എന്നോ ക്രിസ്തു എന്നോ ദൈവം എന്നോ പറഞ്ഞാൽ, ബൈബിൾ എന്നൊക്കെ പറഞ്ഞാൽ തീർന്നു. അതും കൂടെ പൂട്ടിയച്ചാൽ മതി. അതാണ് കാലഘട്ടം. പിന്നെ എവിടെ നമ്മുടെ മക്കൾ ഈ ജ്ഞാനത്തിൻ്റെ ഉറവിടമാണ് ദൈവത്തെക്കുറിച്ച് പഠിക്കും? ഭവനത്തിൽ അവർ സ്കൂളിൽ പോകുന്നതിന് മുമ്പേ അതവർ പഠിക്കണം. അതിനുവേണ്ടി നമ്മൾ ബദ്ധസ്ഥരായിരിക്കണം, നമ്മൾ ഉത്സാഹമുള്ളവരായിരിക്കണം. നമ്മുടെ കുഞ്ഞുങ്ങൾ ഒരിക്കലും അറിവിൻ്റെ കാര്യത്തിൽ, ജ്ഞാനത്തിൻ്റെ കാര്യത്തിൽ പുറകെ പോകാൻ പാടില്ല. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള ഉദാഹരണമുണ്ട്, ഒരിക്കൽ കൂടെ പറയട്ടെ. ബാബലിലേക്ക് പിടിച്ചു കൊണ്ടുപോയ ശത്രുക്ക് മേശക്ക് അഭേന്ദ്ര പോകുന്ന ബാലന്മാരെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബാലന്മാരായിരുന്നു അവരെ കൽദയരുടെ ജ്ഞാനവും അറിവും അവരുടെ ഭരണസന്ദർഭത്തിലെല്ലാം അവരെ പഠിപ്പിച്ചു. രാജാവിൻ്റെ മുമ്പാകെ ശുശ്രൂഷ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അവരെ പഠിപ്പിച്ചു. അതിനുശേഷം അവിടെ രാജാവിന് മുമ്പാകെ കൊണ്ടുചെന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യം മുതൽ ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ പറഞ്ഞു ഞങ്ങൾക്ക് രാജാവിൻ്റെ ഭക്ഷണം വേണ്ട, അത് ഞങ്ങളുടെ ഭക്ഷണക്രമവുമായിട്ട് ബുദ്ധിമുട്ടാണ്, അത് ഞങ്ങൾ അശുദ്ധരാണ്. എവിടെ കിട്ടി അശുദ്ധിയും വിശുദ്ധിയെക്കുറിച്ചുള്ള അവർക്ക് അറിവ്? ബാലന്മാരാണ്. എന്നാണ് അവർക്കത് കിട്ടിയത്? പ്രവാസത്തിലാണ്. സ്വന്തം ദേശം വിട്ടിനി അവിടെ പോകാൻ പറ്റുമോ എന്ന് പോലും അറിയത്തില്ല. ഇവരുടെ വാളിൻ്റെ കീഴിലാണ് അവരുടെ കഴുത്തിരിക്കുന്നത്. എപ്പം വേണേലും എന്ത് ചെയ്യാം? തല ഛേദിക്കപ്പെടാം, തല ഛേദിക്കപ്പെട്ട് പോകാം, ജീവൻ പോകാം. എന്നിട്ടും ആ ബാലന്മാർ പറയുകയാണ്, രാജാവിൻ്റെ ഭക്ഷണം കൊണ്ട് ഞങ്ങൾ അശുദ്ധരാകാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. എവിടുന്ന് കിട്ടി ഈ ബാലന്മാർക്ക് ഈ അശുദ്ധിയെയും വിശുദ്ധിയെയും കുറിച്ചുള്ള അറിവ്? എരിയുന്ന തീച്ചോളിയിൽ നിന്ന് വിടുവിപ്പാൻ ഞങ്ങളുടെ ദൈവത്തിന് കഴിയുമെങ്കിൽ കഴിയട്ടെ, ഇല്ലെങ്കിലും ഞങ്ങൾ രാജാവിൻ്റെ ബിംബത്തെ നമസ്കരിക്കുകയില്ല. എവിടുന്ന് കിട്ടി ഇവർക്ക് ഈ അറിവ്? ചുറ്റുപാട് മുഴുവനും ബിംബങ്ങളെയും മറ്റ് ദൈവങ്ങളെ ആരാധിക്കുന്ന കൂട്ടത്തിൽ ഏക സത്യദൈവത്തെ ആരാധിക്കുന്ന ഒരേ ഒരു കൂട്ടം അവരും പ്രവാസത്തിലേക്ക് ഇരിക്കുന്നു. ഈ ചെറിയ ബാലന്മാർക്ക് അത്രയും നാൾ അവിടെ മുഴുവൻ വിദ്യയും അഭ്യസിപ്പിച്ചതിന് ശേഷം രാജ്യഭരണത്തിൽ അവരായിരിക്കുമ്പോൾ, അല്ലെങ്കിൽ രാജാവിനോട് ഭരണക്രമത്തിൽ അവർ ഉൾപ്പെട്ട് നിൽക്കുമ്പോൾ പറയുകയാണ്, രാജാവ് പറഞ്ഞൊക്കെ ശരിയാണ്, പക്ഷേ ആരാധനയ്ക്ക് മാത്രം നമുക്ക് പറ്റത്തില്ല. രാജാവ് പറയുന്ന പോലെ ബിംബത്തെ നമസ്കരിക്കാൻ ഞങ്ങൾക്ക് സാധ്യമല്ല. ജീവൻ ഞങ്ങൾക്ക് പ്രശ്നമല്ല. എവിടെ കിട്ടി ഇവർക്ക് ഈ അറിവ്?
വളരെ വളരെ ചെറുപ്പത്തിലെ പ്രവാസത്തിലേക്ക് പോകുന്നതിന് മുമ്പ് അവിടെ മാതാപിതാക്കന്മാർക്ക് അവർ നൽകിയ ജ്ഞാനമാണ്, അറിവാണ്. ദൈവത്തെ അവർ പരിചയപ്പെട്ടു. പ്രിയമുള്ളവരെ, ആ ദൈവത്തെ തന്നെയാണ് നമ്മൾ ആരാധിക്കുന്നത്. ആ വചനം തന്നെയാണ് നമുക്കും ആധാരമായിരിക്കുന്നത്. നമുക്കും ഈ വചനവുമായിട്ട് നമ്മുടെ തലമുറയെ ബന്ധിപ്പിച്ച് നിർത്താം. അറിവിന് നമുക്ക് ഈ ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി കൊടുക്കാം. വേദപുസ്തകം വായിക്കാനായിട്ട് അവരോട് പറയുക അല്ലേ. പല ആൾക്കാരും പറഞ്ഞു കേട്ടിട്ടുണ്ട്, ക്രിസ്ത്യാനികളല്ലാത്ത ആൾക്കാർ, അവർ വായിക്കാനും നല്ല രീതിയിൽ വായിക്കാനും ഒക്കെ എഴുതാനൊക്കെ പഠിച്ചത് വേദപുസ്തകം വായിച്ചിട്ടെന്നാണ്. വേദപുസ്തകം വായിക്കുന്നു, അവർ എഴുതുന്നു. അത് ഇംഗ്ലീഷുള്ളതും മലയാളത്തിലുള്ളതും തമിഴ് ബൈബിളും മറ്റ് വിവിധങ്ങളായ ഭാഷകൾ, അതോരോ ഭാഷകളിൽ ആധികാരികമായി നല്ല രീതിയിൽ എഴുതപ്പെട്ട പുസ്തകങ്ങളെല്ലാം വിശുദ്ധ വേദപുസ്തകമാണ്. നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് പ്രത്യേകിച്ച് പറയുമ്പോൾ മറ്റ് രാജ്യങ്ങളിൽ അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിനുവേണ്ടി അവർ വായിച്ച് അറിവിന് വേണ്ടി, അറിവ് വർദ്ധിപ്പിക്കാൻ വായിച്ചത് ഈ പുസ്തകമാണ്. ഇത് പകർത്തി എഴുതിയ, ഭാഷാന്തരം ചെയ്യാൻ സഹായിച്ച ആളുകളൊക്കെ ക്രിസ്ത്യാനികളായിത്തീരും. അവരിത് ഭയങ്കരമായ സ്വാധീനം ചെലുത്തി. എങ്കിൽ നമ്മുടെ തലമുറയെ സ്വാധീനം ചെലുത്താൻ ഇത് സാധിക്കും. വിദ്യാഭ്യാസ ഞായറാഴ്ച കൊണ്ടാടുന്ന ഈ വിശുദ്ധ ദിവസം നമുക്കൊരു തീരുമാനമെടുത്തുകൊണ്ട് പോകാം. നമ്മൾ എന്ത് ചെയ്യും? എന്തെങ്കിലും അതിനുവേണ്ടി ചെയ്യും. ഈ വചനവുമായിട്ട് നമ്മുടെ തലമുറയെ ഒന്ന് ചേർത്ത് നിർത്താൻ പറ്റുന്നത് ഞാൻ ചെയ്യും. ദൈവമേ സഹായിക്കണമെന്നുള്ള പ്രാർത്ഥനയോടെ നമുക്ക് കടന്നു പോകാം. നമ്മുടെ തലമുറ, നമ്മുടെ മക്കൾ ജീവിതത്തിൻ്റെ ഏതെങ്കിലും നിലവാരങ്ങളിൽ, ഏതെങ്കിലും തലങ്ങളിൽ അവർ തോറ്റു പിന്മാറുന്നവരായിട്ടല്ല, ജയിച്ചു മുന്നേറുന്നവരായി പോകുവാൻ ഇടയായി തീരട്ടെ. അതിനുള്ള ശക്തി, കരുത്ത്, ജ്ഞാനം, ശരിയും തെറ്റും തിരിച്ചറിയാനുള്ള പ്രാപ്തി അത് ദൈവവുമായുള്ള ബന്ധത്തിലാണ് ലഭിക്കുന്നത്, വിശുദ്ധ വചനത്തിലൂടെയാണ്. അത് നമുക്ക് അവർക്ക് നൽകാം. വിദ്യാഭ്യാസ ഞായറാഴ്ച സ്കൂളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ അറിവ് അവരിൽ വർദ്ധിപ്പിച്ച് നൽകാം. അതവരുടെ സ്വഭാവത്തിന് ഭാഗമായി തീരട്ടെ. ദൈവം നമ്മളെല്ലാവരും ഒരുപോലെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക. അവൻ വൃദ്ധനായാലും അത് വിട്ടുമാറി. ഇപ്പോൾ പിതാവായ ദൈവത്തിൽ, പുത്രനായ ദൈവത്തിൽ, പരിശുദ്ധാത്മാവായ ദൈവത്തിൽ സകല ബഹുമാനവും മഹത്വവും കലാവസാനം കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ.